Good morning, guys. Have a nice day. എനിക്ക് സ്പെഷ്യൽ ഡേ. ഇന്ന് ഗുരുവായൂർ ഏകാദശി തയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു കൺഫ്യൂഷനിലായിരുന്നു, ഏത് ഡ്രസ്സ് ഇടണം, ഏതാ ഡ്രസ്സ് ഇടുക എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റപാട് അതാണ് നോക്കിയത്. ഇൻസ്റ്റാഗ്രാം നോക്കി, ഫേസ്ബുക്ക് നോക്കി, യൂട്യൂബ് നോക്കി, വാട്സപ്പ് നോക്കി, 4 സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4ലും എനിക്ക് മറുപടി വന്നിട്ടുണ്ട്. അപ്പോൾ വന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ കളർ ഏതോ അതാണ് ഞാൻ ഇടാൻ പോകുന്നത്. അതേതായിരിക്കും എന്നുള്ളത് ഞാൻ പറയുന്നില്ല, കണ്ടാൽ പോരെ. അപ്പം ഇന്നത്തതേ ഉള്ളൂ. കുളിക്കുക, ഫ്രഷ് ആവുക, പോവുക, ഇത്രേ പരിപാടിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം എന്നിട്ട് ഡ്രസ്സ് ഏതാണെന്നും എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊക്കെ കാണാം കേട്ടോ. ഞാൻ മെല്ലെ പോയിട്ട് ഫ്രഷ് ആവാൻ നോക്കട്ടെ. ഫ്രഷ് ആയതിന് ശേഷം ഞാൻ ഡ്രസ്സ് ഏതാണെന്ന് പറയാം. ഓക്കെ. അങ്ങനെ എല്ലാവരും എന്നില്ല, ഞാൻ കമൻറ്റ് നോക്കിയതിൽ ഒരു 75% ആൾക്കാരും പിങ്കാണ് സെലക്ട് ചെയ്തത്. അവൻ ഞാൻ കരുതി പിങ്ക് തന്നെ ഓക്കെ അല്ലേ, പിങ്ക് തന്നെ ഇട്ടേക്കാന്ന് കരുതി ഇട്ടു. ജസ്റ്റ് ഒന്ന് ഒരു ടച്ചപ്പ്, അത്ര മാത്രമേ ബാലൻസ് ഉള്ളൂ. പിന്നെ ഗുരുവായൂരേക്ക് വേണ്ടിയിട്ട് ഇടണമെന്ന് കരുതിയ ആദ്യമായിട്ട് മേടിച്ച ഒരു പാലക്കാമേല, പാലക്കാമേല മാലയുണ്ട്, അതൊന്നിടണം. ഉള്ള മാല ഉള്ളിൽ കയറട്ടെ, അത് നമുക്ക് പുറത്തേക്കാക്കി ഇട്ടിട്ടില്ല. അപ്പോൾ അത് വേണം. ബാക്കിയൊക്കെ ഫിനിഷായിട്ട് കാണാട്ടോ. അങ്ങനെ ദേ ഗുരുവായൂർ പോകാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞത് വേണം പിങ്ക് കളറ്, പിങ്ക് ബാഗ്, പിങ്ക് കളർ അല്ല കേട്ടോ. ചെരുപ്പ് അങ്ങോട്ട് തട്ടോ. അതിന്റെ സ്റ്റിക്കർ ഒന്ന് പറിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ ചെരുപ്പ് സഹിതം ഡേ മേടിച്ചതാട്ടോ. ഇന്ന് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. കടന്ന് കാണാൻ പോകില്ലേ, സ്പെഷ്യൽ ഡേ അല്ലേ. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. ഭയങ്കര തിരക്കായിരിക്കും എന്നുള്ളത് അറിയാം, എപ്പോൾ തിരിച്ചെത്തും എന്നുള്ളതും അറിയില്ല. അപ്പം അങ്ങനെയാണ് പോയിട്ട് കേട്ടോ. തോർത്തും കൊടുത്തോ. എടുക്കാൻ മറന്നു പോയിട്ടില്ലാലോ. അങ്ങനെ ദേ സ്വാമി ശരണം ഗുരുവായൂരേക്ക്. മുടി ഒന്ന് ഉണങ്ങിയതിന് ശേഷം കാണാനൊരു മെന ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പണ്ടത്തെ അമ്മമാരില്ലേ, കുട്ടികളെ തലയിൽ എണ്ണ തേച്ച് ഇങ്ങനെ പറ്റിച്ച് വാർന്ന് വെച്ച് അതേപോലെ ഉണ്ടാവും. അപ്പോൾ ഒരു ലുക്ക് എനിക്കെന്നെ തോന്നുന്നില്ല. അപ്പോൾ ഗുരുവായൂരേക്ക് മാത്രമേ ഇടുള്ളൂ എന്ന് പറഞ്ഞ് മേടിച്ച മാലയാണിത്. ഗുരുവായൂരേക്ക് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഇടൂലെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇടും കേട്ടോ, ചിലപ്പോൾ അത് അവിടെ ഇങ്ങനെ കിടക്കും.
ആരാ മരിച്ചത്? മറ്റേ കാനത്തിൽ ജമീലത്ത മരിച്ചത് കൊണ്ടായിരിക്കും അല്ലേ കറുത്ത തുണി നോക്കിയത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നേരം കൃഷ്ണ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാട്ടോ. അപ്പം ഞാനൊരു ലൈവ് ഇട്ടതായിരുന്നു. ആ ലൈവിൻ്റെ ഓരോരോ കമൻറ്റുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അതാട്ടോ മൊബൈലിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത്. ചായ വരുവോളും ലൈവ് ഇടാമെന്ന് കരുതി. അപ്പോൾ ആ ലൈവിൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ക്രീൻഷോട്ടും കൂടെ ഞാൻ എടുക്കട്ടെ. ഞാൻ ഒരു വീഡിയോ അങ്ങനെ ഗുരുവായൂർ ബസ് സ്റ്റാൻഡ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കാറിന് വന്ന ഞങ്ങൾ എന്തൊരു ബസ് സ്റ്റാൻഡിൽ പോയി, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ. അവൻ പോയിട്ടുണ്ട്. അവനും KSRTC സ്റ്റാഫാണല്ലോ. അവിടെ സ്റ്റാഫുകൾക്ക് നിർത്താനുള്ളൊരു സ്പേസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ പോയിട്ട് തിരിഞ്ഞു കളിക്കേണ്ട കാര്യമല്ലല്ലോ. അപ്പം നിർത്താവെങ്കിൽ സുഖമായില്ലേ. അങ്ങനെയാണ് ഗൈസ് ഗുരുവായൂരെത്തി. പ്രതീക്ഷിക്കാതെ ഉറങ്ങുന്ന ഉറക്കത്ത് പോലും വിചാരിക്കാത്തൊരു വരുത്ത് ഇന്നലെ രാവിലെ തോന്നിയൊരു തോന്നൽ. ആ തോന്നൽ ഡോക്ടർ ഒപ്പീനിയൻ തേടി. ഡോക്ടർ ഓക്കെ എന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു, ധൈര്യമായിട്ട് പോയിട്ട് വരൂ. മെഡിസിൻ നിർത്തി പിറ്റേ ദിവസം തന്നെ പീരീഡ്സ് ആവുമെന്ന് പറഞ്ഞു. മെഡിസിൻ ഞാൻ 12 ദിവസത്തേക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് വേറെയും കുറച്ച് പരിപാടികളുണ്ട്. എന്താണെന്നുള്ളത് സർപ്രൈസായി കിടക്കട്ടെ. എന്നും എന്നെ എല്ലാവരും വെറുക്കുന്നവരാണ് എന്ന് നിങ്ങൾ കൂട്ടി ചിന്തിച്ച് നടക്കുന്നുണ്ടല്ലോ. അതല്ല സത്യാവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യുക എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്തായി എന്നുള്ളത് വരട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഇവിടെ പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. കണ്ടോ, ലിപ്സ്റ്റിക് ഇട്ടത് കുറച്ച് കൂടുതലായിപ്പോയി. വേറെ സീറ്റിൽ സ്വാമിയുടെ തുണിയിലായ സ്വാമി എൻ്റെ മയ്യത്തെടുക്കും. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മളിവിടെ ഇറങ്ങട്ടെ. സ്വാമി ടോയ്ലറ്റിൽ പോയിട്ടുണ്ട്. ചാവി എൻ്റെ തന്നിട്ടുണ്ട്, ലോക്കാക്കാൻ മറന്നു. ബാഗിൻ്റെ സ്ലിപ്പ് അടയ്ക്കാൻ പറ്റുന്നുണ്ട്. കണ്ണൻ വിചാരിച്ചിട്ടുണ്ടാവും എവിടെയും ഇവർ വണ്ടിയും കൊണ്ടുപോയിട്ട് സ്വീപ്പാകണ്ട, കാരണം അത്രയും തിരക്കല്ലേ. അപ്പോൾ അതിനുള്ളൊരു പോംവഴി കണ്ണൻ തന്നെ കാണിച്ചു തന്നു. താങ്ക് യു കണ്ണാ. നേരെ പോയി കണ്ണനെ കാണണം, തിരിച്ചു പോരണം. ചരലൊക്കെ തിരക്കാന്നറിയോ.
കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി സ്വാമിയാണ് ഓരോരുത്തർ അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടെന്ന് വെക്കും. ആണത്തം വിചാരിച്ചിട്ട് തല്ലാനും ഇതാക്കാനും പോകരുത്. സ്വാമിക്കൊരു മാന്യതയും മര്യാദയും ഉണ്ട് കേട്ടോ. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ഇന്ന് ഏകാദശി, ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. ആ തിരക്കിന്റെ ഇടയിൽ കൂടെ ഒരു നോക്കൊന്ന് കണ്ടു. ഭയങ്കര ക്രൗഡാട്ടോ. എന്നാ പോലും പുറത്തുനിന്ന് നിന്ന് കണ്ടല്ലോ എന്നുള്ളൊരു തൃപ്തി. എന്തായാലും എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റൂലല്ലോ. അപ്പോൾ ഈ ഏകാദശിക്ക് ഇവിടെ വരുമെന്നും കണ്ണനെ കാണുമെന്നും ഒന്നും ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ പ്രതീക്ഷിക്കാതെ ആട്ടോ കണ്ടത്. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഇന്നലെ പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഇന്നിങ്ങോട്ട് പോരുക എന്നുള്ളത്. അപ്പോൾ കണ്ണനെ കണ്ടു, പ്രാർത്ഥിച്ചു. തിരിച്ചെനിക്ക് അങ്ങോട്ട് പോവുകയാണ് കണ്ണ എന്ന് പോവാം ഉള്ള ഒരു സാഹചര്യമല്ല. കാരണം അത്രയ്ക്ക് ക്രൗഡാണ്. അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരുന്നത് തന്നെ എങ്ങനെയാന്നുള്ളത് പറയാൻ പറ്റുന്നില്ല. ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ ഇതിനോടൊപ്പം ഞാനൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. എന്താണെന്നറിയോ, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിനക്ക് കൃഷ്ണനോട് ഭക്തി ഉണ്ടെങ്കിൽ, നിനക്ക് കൃഷ്ണനോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിലിരുന്ന് കൃഷ്ണനെ വിളിച്ചാൽ മതി, അവിടെ വരും നിന്നെ കാണാൻ കൃഷ്ണന് എന്ന് പറഞ്ഞ ആൾക്കാരോടായിട്ട് ഞാൻ പറയാം, നോക്ക് ഗുരുവായൂർ ഇത്രയും ജനങ്ങൾ കൂടിക്കിടക്കുന്നുണ്ടല്ലോ, ഇവരൊക്കെ എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് വിളിക്കാതെ ഇവിടെ വന്ന് കണ്ണനെ കാണുന്നത്? അതേപോലെ തന്നെ ഒരു ഭക്തിയാണ് ഞാൻ. അല്ലാതെ ഹൈന്ദവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താനല്ല ഞാൻ ഇവിടെ വരുന്നത്. ഞാനിവിടെ വരുന്നുണ്ടെങ്കിൽ കണ്ണനെ ഒന്ന് കാണാനും മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാനുമാണ്. അതും കൂടി നിങ്ങളൊന്ന് ഓർക്കുക. ഓക്കെ, അങ്ങനെ ഗുരുവായൂരപ്പനോട് ടാറ്റ പറയാണ്. തിരിച്ചാ നടയിൽ പോയിട്ട് ടാറ്റ പറയാനുള്ള ഇതൊന്നും അല്ല മക്കളെ, അവിടുത്തെ ക്രൗഡ് കാണിച്ചു. തെക്കേ നടയിലുള്ള ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിന് സമീപം എത്തിച്ചേരുക. കാത്തു നിൽക്കുന്നു. ഞാൻ ദേ റോഡുമെന്നാണേ വീഡിയോ എടുക്കുന്നത്, അതും ഞാൻ പറഞ്ഞു തന്നേക്കാം. ഇത്രയ്ക്ക് തിരക്കുണ്ട്. അപ്പാ ടാറ്റാ. ആരാ പറഞ്ഞേ എല്ലാവരും നിർത്തിയാണ് എന്നുള്ളത്? അല്ല എന്നുള്ളത് ഓരോ പ്രാവശ്യം ഗുരുവായൂർ വരുമ്പോഴും ഗുരുവായൂരപ്പൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ആരും എന്നെ വെറുക്കുന്നില്ല, സ്നേഹിക്കുന്നേ ഉള്ളൂ എന്നുള്ളത്. അതെന്തുകൊണ്ടാ വെച്ചാൽ അത്രയും ആൾക്കാർ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്, ഹഗ് ചെയ്യുന്നുണ്ട്. ഭയങ്കര സന്തോഷം. അയ്യോ അമ്മ, അപ്പോൾ അതിനെക്കാട്ടി വലിയ സന്തോഷം വേറെ ഒന്നുമില്ലല്ലോ. സാമി സാമി ഇപ്പൊ പറയാ, അരുണിന് താല്പര്യമില്ല എന്റെ കൂടെ വീഡിയോ എടുക്കാൻ. അമ്പിളി എന്നിവർ ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ പടിഞ്ഞാറേ നടയിൽ എത്തിച്ചേരുക. പത്മം കാത്തു നിൽക്കുന്നു. ഉത്സവത്തിന് അവിടെ എവിടെങ്കിലും എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവില്ല, നമ്മുടെ സർക്കസും കാര്യങ്ങളൊക്കെ അവിടെ ഈ സാധനം ഉണ്ടാവലുണ്ടായി. ഞങ്ങളുടെ നാട്ടില് അവിടെ ഒരു സർക്കസ് വരാറുണ്ടായിരുന്നു. ആ സമയത്ത് വാപ്പ മേടിച്ചു തരുന്ന ഒരേ ഒരു സാധനം ഇതായിരുന്നു, മിസ് യു ഡാഡി. കൊട്ടാരക്കര പള്ളിക്കൽ നിന്നും വന്നിട്ടുള്ള വിനീത ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ കിഴക്കേ നടയിലുള്ള ഇൻഫർമേഷൻ സെന്ററിന് സമീപം എത്തിച്ചേരുക. സുഗത കാത്തു നിൽക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഗോകുലം വനമാലയിലാണ്. അപ്പോൾ
ചെയർമാൻ ഉള്ളതുകൊണ്ട് ചെയർമാനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഓ സെൽഫി എടുത്തോളൂ. ഓക്കെ 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 ഇറങ്ങിയോ? ഇത് ഏകദേശം ഏത് വർഷം അവിടെ കൊണ്ടെത്തുമെന്ന് ഓർമ്മയുണ്ടോ? എന്തായാലും ഒരു 4-5 വർഷത്തിൻ്റെ പുറത്തായി. എന്നോട് ഫോട്ടോ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആവുമോ എന്ന് ചോദിച്ച ആൾക്കാർക്ക് ഇത് ഗോകുലം വനമാലയിലുള്ളതാണ്. പിന്നെ കണ്ണിന് കുത്തിട്ടോ ഇല്ലോ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് കണ്ണിന് കുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5 വർഷത്തിൻ്റെ പുറത്തായി ഇത് വരച്ചിവിടെ വെച്ചിട്ട്. അഞ്ച് വർഷമായിട്ടോ ഗോകുലം വനമാലയിൽ ഈ ഒരു ഫോട്ടോ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടാലറിയാലോ ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. അപ്പം എന്നോട് ഈ ഫോട്ടോക്ക് ലൈഫ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഇതാണ് എനിക്ക് തരാനുള്ള ഉത്തരം. ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വരാതെ 3 വർഷം ഇവിടെ ഉണ്ട്. ഇവിടെ റിസപ്ഷനിലാട്ടോ ഗോകുലം വനമാല റിസപ്ഷനിലാണ്. അങ്ങനെ ചെയർമാനെ കണ്ടിറങ്ങി ജസ്റ്റ് ഒന്ന് കാണാൻ ഇവിടെ ഉള്ളപ്പോൾ ഒന്ന് കണ്ടല്ലോ കാണാം എന്നുള്ള രീതിയിൽ കണ്ടതാട്ടോ. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഏട്ടനും തൊയാൻ വന്നതാണ്, ഞാനും തൊയാൻ വന്നതാണ്. അപ്പോൾ ഓനെന്തോ ഏട്ടനോട് സംസാരിച്ച് ഏട്ടൻ തിരക്കിട്ട് പോകുന്ന പോക്കായി. വണ്ടി പോകാനല്ലേ മുമ്പ് എന്തോ തിരക്കിൽ ഇടയ്ക്ക് പോയി അതിനിടെ കൂടി എല്ലാവരും കൂടി സംസാരിക്കുമ്പോൾ മുമ്പ് നിൽക്കും നിന്നേരില്ല. പക്ഷേ നോക്കട്ടെ അവിടെ കുറച്ച് ആൾക്കാർ ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ്. ഇതേ ഞങ്ങൾ ഗുരുവായൂരിന്ന് യാത്രയാവുകയാണ്. ഗുരുവായൂരപ്പനെ കണ്ടു, സംസാരിച്ചു, ചെയർമാനെ കണ്ടു. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ചെയർമാൻ അല്ല കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് കണ്ടു. വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല. എന്നിട്ട് വേണം നീ അദ്ദേഹത്തിനെ എന്നെയും കുറിച്ച് പരദൂഷണം പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്ക്. അതുകൊണ്ട് അദ്ദേഹമായിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം അദ്ദേഹം എന്നില്ല, തന്ത്രിമനെ പോയാൽ തന്ത്രിയുടെ കൂടെ ഒന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല. കാരണം അടുത്തത് ജസീം അവരും തമ്മിൽ അവിഹിതം എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. നിങ്ങൾക്ക് എന്തോ ഏതും എന്തിന് ഈ സാമിയെ പോലും അവിഹിതത്തിലാണ് കാണുന്നത്. സാമിയുടെ വേഷം ധരിച്ചപ്പോൾ പോലും നിങ്ങളതിലൂടെ അവിഹിത കണ്ടത്. ഒന്നും വേണ്ട, സ്വന്തം മകൻ്റെ കൂടെ ഞാൻ നടന്നിട്ടും നിങ്ങൾക്കത് അവിഹിതമാണ്. അപ്പോൾ പിന്നെ നിങ്ങളെ പേടിച്ചല്ലേ ജീവിച്ചല്ലേ പറ്റൂ, പേടിച്ച് ജീവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ്. മമ്മിയൂർ ടെമ്പിളിൻ്റെ അടുത്തെത്തി. മമ്മിയൂർ ശിവനല്ലേ ഉള്ളത്? ഗുരുവായൂർ വരുന്നവർ മമ്മിയൂർ പോവാതെ പോരുത് എന്നാണ് പോലും ശാസ്ത്രം. എനിക്കറിയില്ല കേട്ടോ, നീ കേട്ടറിവ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ പേരിലാരും പറയാൻ നിൽക്കണ്ട. ഞങ്ങൾ ചെയർമാനെ കണ്ടതുകൊണ്ട് പിന്നെ അവിടെ നിന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോഴേക്ക് ഞങ്ങൾ അവിടെ പിടിക്കുകയില്ലേ. അങ്ങനെയാണ്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഗുരുവായൂർ വന്നു, ഏകാദശി തൊഴുതു, തിരിച്ച് വീട്ടിലോട്ട് മടങ്ങുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയാനില്ല. ഈ ഫുഡ് കഴിക്കണം, അതും കൂടി കാണിച്ചേക്കാം. എന്ത് കാണിക്കാതിരിക്കണം. എന്നിട്ട് എനിക്ക് വീട്ടിൽ പോയിട്ട്
എൻ്റെ കമ്പനിക്കാരൻ്റെ ഫാദർ മരിച്ചിട്ട് കുറച്ച് ദിവസമായി. നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് പോകണം. നാട്ടിലെത്തട്ടെ. വീട്ടിലെത്തിയപാടക്ക് നേരെ അങ്ങ് പോവുക ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ്. ഓക്കെ, ഇനി എവിടെയെങ്കിലും മാമുണ്ണാൻ നോക്കട്ടെ കേട്ടോ. സ്വാമിക്ക് പറ്റുന്ന ഷോപ്പിലൂടെയാണല്ലോ കയറാൻ പറ്റുക, അതുകൊണ്ടാണ്. ടാറ്റാ. തേങ്ങാൻ്റെ വെള്ളം കുടിക്കാം, നമ്മളിതൊക്കെ കുടിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ, ടാറ്റാ ഗൈസ്. കണ്ണനെ മേടിച്ചു കേട്ടോ. എന്തിനാന്നുള്ളത് പിന്നെ പറയാവേ. ഇതാ കണ്ണൻ. ഫുഡ് കഴിക്കാൻ കയറിയതാണ്. സാമി ചപ്പാത്തിയും മറ്റേ ടൊമാറ്റോ ഫ്രൈയും, ഞാൻ പൊറാട്ടയും പനീറും. എന്തല്ലേ പനീർ വെള്ളമെന്നുണ്ട് അങ്ങനെ കൂട്ടാം. അവിടെ നിന്ന് ഒരു മൊല്ലിയാരി നിലവിളിക്കുന്നുണ്ട്. അതാണ് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. അപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ എന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയൊരു പോക്കാണ് ഇന്നത്തെ പോക്ക്. നിങ്ങൾക്കൊക്കെ അറിയാലോ, പോകാൻ പറ്റൂല എന്ന് വിചാരിച്ചതാണ്. പിന്നെ അത് പോകാൻ പറ്റി, പ്രാർത്ഥിക്കാൻ പറ്റി. വളരെ സന്തോഷം. ഗുരുവായൂരപ്പൻ്റെ വിളിയുണ്ടെങ്കിൽ മാത്രമേ ഗുരുവായൂർ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ. ലാസ്റ്റ് നിമിഷത്തിലാണ് നീ ഒന്ന് വന്നേ എന്ന് പറഞ്ഞത് എന്നോട്. എനിക്കൊക്കെ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഗുരുവായൂരേക്ക് പോകുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് കേട്ടോ. കാരണം അരുണ് ഡ്യൂട്ടിക്കാണെങ്കിൽ എനിക്ക് വലിയ പൈസയൊന്നുമില്ല. അല്ലാതെ മിനിമം ഒരു 5000 രൂപയെങ്കിലും ചിലവാട്ടോ എനിക്ക് ഇവിടുന്ന് ഗുരുവായൂർ. നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ പോയതിന് കണക്ക് പറയല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വെക്കണം. അപ്പം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, പോകാൻ പറ്റിയ സാഹചര്യവുമായിരുന്നു. അങ്ങനെ എല്ലാം റെഡി ആയതുകൊണ്ട് പോയി ഗുരുവായൂരപ്പനെ തൊഴാൻ പറ്റി. അങ്ങനെ പ്രതീക്ഷിക്കാതെ പോകുന്നൊരു പോക്ക്, അത് ഭയങ്കര ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഡ്രസ്സ് വരെ ഞാൻ ഇവിടെ വാങ്ങി സ്റ്റോക്ക് വെക്കാറുണ്ട്. എപ്പോഴും ഗുരുവായൂർ പോകുമ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്കൊരാഘോഷം പോലെയാണ് ഗുരുവായൂർ പോവുക എന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് ആരുടെയും എന്താ പറയുക വിശ്വാസത്തെ വ്രണപ്പെടുത്തണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പനെ സന്തോഷത്തോടെ പോയിട്ട് കണ്ട്, സന്തോഷത്തോടെ തൊഴുത്, സന്തോഷത്തോടെ തിരിച്ചു വരിക, അത് മാത്രമേ ഞാൻ മനസ്സ് കാണാറുള്ളൂ. അത് ഗുരുവായൂരപ്പൻ സാധിപ്പിച്ചും തരുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമല്ലേ. എത്ര ആൾക്കാർക്ക് ഈ ഏകാദശി തൊഴാൻ പോകാൻ പറ്റാത്തവരുണ്ട്. അതൊന്നും ആ കാര്യം ഓർക്കുമ്പോൾ ഐ എം ലക്കി ഗേൾ. അപ്പം ഗുരുവായൂർ ഏകാദശി വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.